അതെ, അടുക്കളയിൽ പോയാലോ? വായോ. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു പാകിസ്ഥാനി ചിക്കൻ കറിയാണ്. അതിനൊരു പാത്രം വെക്കണു, രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കണു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്തോട്ട് ഇടുന്നു. നല്ലപോലെ ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുക്കണു. പിന്നെ ഒരു 1.5 കിലോ ചിക്കൻ കഴുകി വെച്ചതുണ്ട്. ഒന്നും നോക്കണ്ട, ചിക്കൻ അതിലേക്ക് തട്ടിക്കോ. അപ്പോൾ ഇതിൽ മുളക് പൊടി ഒന്നും ഇടുന്നില്ലെന്ന് ചോദിക്കും. സമയമായിട്ടില്ല, ഇടാം നമുക്ക് കേട്ടോ. അപ്പോൾ ദേ അടച്ചു വെച്ചോ, എന്നിട്ട് ഒന്നും നോക്കണ്ട, എല്ലായിടത്തേക്കും ആക്കി അടച്ചു വെച്ചു. ഒരു മീഡിയം തീയിൽ ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. കണ്ട, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയില്ലേ? അങ്ങോട്ട് ഇറങ്ങട്ടെ. നമ്മൾ പാകിസ്ഥാനി ചിക്കൻ കറി കണ്ടിട്ട് ഉണ്ടാക്കുന്നത്. ഇതൊരു ചാനലിൽ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു 4 മീഡിയം സൈസ് സബോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു. വീണ്ടും അതേപോലെ ഇളക്കുക. വീണ്ടും ഒരു മീഡിയം തീയിൽ നിന്ന് ഇതിനെ മാറ്റിയേ വേണ്ട. മീഡിയം തീയിലിട്ടിട്ടാണ് കേട്ടോ അതിനൊന്ന് കറി വെച്ച് എടുക്കുന്നത്. ഇളക്കി അടച്ചു വയ്ക്കുക. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. സെക്കൻഡ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് ഇടാമെന്ന്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. കണ്ട, വീണ്ടും അപ്പോൾ എന്താ ചെയ്യുന്നത്, കുറച്ച് വലിയ തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് മുഴുവനായിട്ട് കൂടി ഇടുക. പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, നമ്മുടെ മുളക് പൊടി, നമ്മുടെ സ്പൈസസ് മസാലകളുണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ഇളകി കൊടുക്കുക. ഈ പാകിസ്ഥാനി കറിക്ക് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. നമ്മൾ മലയാളികൾക്ക് അത്യാവശ്യം എരിവൊക്കെ വേണം. അപ്പോൾ നമ്മളതിൽ വേറെ കുറേ സാധനങ്ങളൊക്കെ അവർ ചേർക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ ചേർക്കും. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഇടുക. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് വെള്ളം ഇറങ്ങുമല്ലോ നല്ല അടിപൊളിയായിട്ട്. മസാലയൊക്കെ ഇതെന്താ വെറും ഇളക്കുക, അടച്ചു വയ്ക്കുക. ഇതിൽ മെയിൻ കാര്യം ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുറന്നു, വീണ്ടും ഇളക്കും. കണ്ട, വീണ്ടും ഇളക്കും. അടിയെ പിടിക്കാനും നോക്കൂട്ടോ. അപ്പോൾ അതൊന്നും സമ്മതിക്കരുത്. പിന്നെ തൈര് ഒഴിച്ചു കൊടുക്കുക. അധികം പുളിയില്ലാത്തൊരു 4 സ്പൂൺ തൈരെടുത്ത്, 3 പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തു. വീണ്ടും അടച്ചു വെച്ചു. വീണ്ടും തുറക്കും, വീണ്ടും ഇളക്കും. എന്തായാലും സംഭവം നല്ല സക്സസ് ആവുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയോ പൊറോട്ടയോ എന്ത് കൂട്ടിയിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. വീണ്ടും ഇതന്നെ തരാം. ഒരു 3-4 വട്ടം ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ തേയിലിട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുന്നു. പിന്നെ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടൊരു സാധനം കൂടെ ചേർക്കുന്നത് കുക്കിംഗ് ക്രീം. കണ്ട, അതൊരു 3-4 സ്പൂണോളം കുക്കിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കണ്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പാകത്തിന് ഉപ്പ് എല്ലാവരും ചേർത്തോളൂ. പിന്നെ ബട്ടറിട്ട് അടച്ചു വയ്ക്കുക. അടിപൊളി ടേസ്റ്റാണ്. പിള്ളേരൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് കഴിക്കും. ഒരു 3-4 ചപ്പാത്തി ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പോയി ഞാൻ ഈ നേരം കൊണ്ട്. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. അതങ്ങോട്ട് മുക്കിയിട്ടുണ്ടല്ലോ, കഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.